വായനയ്ക്കു നമ്മൾ നല്ല പുസ്തകങ്ങൾ തേടണം. വാനിനോളമറിവു നേടി മാനിയായി വസിക്കണം. കൊച്ചു കൊച്ചു കവിതകൾ ചിന്ത നൽകും ഉറവകൾ ചുരന്നിടുന്ന പുസ്തകത്തിൻ കുളിരു നമ്മൾ തേടണം. കഥകൾ നൽകും അറിവുകൾ ജീവിതത്തിൻ ചിന്തുകൾ പകർന്നിടുന്ന പുസ്തകങ്ങൾ തേടി നമ്മൾ പോകണം. വേർപ്പൊഴുക്കി മനുജനെന്നു വീണ്ടെടുത്ത ശക്തികൾ ചോര ചിന്തി മാനവൻ രചിച്ച സമരഗാഥകൾ ശാസ്ത്രചിന്തയഗ്നിയായി തെളിച്ചു തന്ന ധീരത്തൻ ചരിത്രമൊക്കെ അറിയണം, അതിനു വായിച്ചിടണം. വേർപ്പൊഴുക്കി മനുജനെന്നു വീണ്ടെടുത്ത ശക്തികൾ ചോര ചിന്തി മാനവൻ രചിച്ച സമരഗാഥകൾ ശാസ്ത്രചിന്തയഗ്നിയായി തെളിച്ചു തന്ന ധീരത്തൻ ചരിത്രമൊക്കെ അറിയണം, അതിനു വായിച്ചിടണം. പുസ്തകങ്ങൾ എന്നും നല്ല കൂട്ടുകാരായി മാറണം. പുതുമയോടെ ലോകമെന്നും അറിവിനാൽ നിറയ്ക്കണം. പുതുമയോടെ ലോകമെന്നും അറിവിനാൽ നിറയ്ക്കണം. നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയും, നല്ലപോലെ എഴുതാൻ കഴിയും. ആ വായനയിലൂടെ അവർ നേടിയെടുത്ത അറിവുകളും അതിലുപരി അതിൽ കിട്ടിയിരിക്കുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ടാണ് പല രീതിയിലാക്കി അവർ മാറ്റി കഥകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ കഥകളും പല കഥാകൃത്തുക്കൾ പറയുമ്പോൾ ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വലിയ ലൈബ്രറികളും അതുകൂടാതെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ചെറിയ ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിരിക്കട്ടെ. ഇത് വലിക്കുന്നതോടെ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് കേട്ടോ, പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കും, ഉറപ്പല്ലേ? വിചാരിച്ചോ? പഴയ തിരുവിതാംകൂറിലെ കടമറ്റം ഗ്രാമത്തിൽ വായനയുടെ മഹത്വം എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും വായനയിലൂടെ വളരാനുള്ള ഒരു സന്ദേശം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദിനങ്ങൾ ആചരിക്കുന്നത്. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ കുഞ്ഞിമാസ്റ്റർ കവിത കേട്ടിട്ടുണ്ടാവും, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ എന്താ, വായിച്ചില്ലെങ്കിൽ വളയും. അത് വളയണോ? വളയേണ്ടതാണോ നിങ്ങൾ? അവര് അപ്പൊ അതൊക്കെ തന്നെ എല്ലാ സ്കൂളുകളിലും പൊതുവായിട്ടുള്ള ഒരു ലൈബ്രറിയും അതുകൂടാതെ ക്ലാസ് ലൈബ്രറിയും ഒക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലൈബ്രറിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും ആ പുസ്തകങ്ങൾ എത്ര പേർ വായിച്ചു എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീനാക്ഷിപുരയിലെ മത്സ്യകന്യകമാണ്. കുട്ടികളുടെ വായനാശീലത്തിൽ പരിപോഷിക്കുന്നതിനോടൊപ്പം അവർ